എന്താ ഈ കിടക്കുന്നതെല്ലാം പുളിയാണ്. ഇനി ഇത് ഉണങ്ങാൻ പോകുന്നിടത്ത് കാണിക്കാവേ. ബാ ഇത് നമ്മൾ ഉണങ്ങുന്ന സ്ഥലം കൂടെ കാണിച്ചു തരാം. ഇത് നമ്മുടെ വീടാട്ടോ, ഞങ്ങളുടെ വീടാണ്. ഞങ്ങളുടെ ഇടുക്കിക്കാർക്കൊക്കെ ഈ പുളികളാണ് ഉള്ളത് കൂടുതലും. ഞങ്ങൾ ഇടുക്കിക്കാരാണ്. വീടിൻ്റെ അവിടെ നിന്ന് ഒരു ഇച്ചിരി മാറിയാണ് ഈ പുളി ഉണങ്ങുന്ന സ്ഥലമേ. ഇത് കണ്ട, ഇതൊക്കെ പകുതി ഉണക്കായിട്ട് ഇരിക്കുന്ന പുളികളാണ്. കണ്ട, പിന്നെ ഇത് എടുത്തുകൊണ്ട് വന്ന പുളിയെ കണ്ടോ. അടുപ്പ് കണ്ടോ, നമ്മൾ ചെറിയ അടുപ്പാണ് കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത്. ഇച്ചിരി കൊക്കോയൊക്കെ ഉണങ്ങാനുണ്ട്. അത് കാരണം കൊണ്ട് കൊക്കോ ഉണങ്ങും, ഇങ്ങനെ പുളി ഉണങ്ങും. അതുകൊണ്ട് അടുത്ത പുളി തട്ടയിലോട്ട് കയറ്റി ഇടുക. പൊട്ടിച്ച് തട്ടയിലേക്ക് കയറ്റിയിടും. ഇങ്ങനെ അടുക്കി വെക്കും. എന്നിട്ട് ഇതിൻ്റെ കുരുവെല്ലാം എടുത്ത് മാറ്റി വേറെ ബക്കറ്റിനകത്തെടുത്ത് വെച്ച് അത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് കളയും. പിന്നെ അതിൻ്റെ നീരെടുത്താൽ നല്ലതാണ് കേട്ടോ. പുളിനീരെടുത്ത് അത് ഉരുക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പറ്റിക്കണം. അടുപ്പേ വെച്ച് പറ്റിച്ച് ഉരുക്കിയെടുക്കണം. ഉരുക്കിയെടുക്കുമ്പോൾ നല്ലൊരു പുളിയായിട്ട് കിട്ടും. ആ പുളിയൊക്കെ ശകലം ചേർത്താൽ മതി മീനിനകത്തൊക്കെ. ഇങ്ങനെയാണ് ഞങ്ങളിവിടെ പുളി ഉണങ്ങുന്നത്. അതുകൊണ്ടോ വലിയ തടിയൊക്കെയാണ് കയറ്റി വെച്ചേക്കുന്നത് അടുപ്പിനകത്ത്. ഇനിയും കയറ്റി വെക്കാനുള്ള തടികളായതൊക്കെ കിടക്കുന്നത്. കണ്ടോ, എല്ലാം പുളി അടുപ്പിനകത്തേട്ട് കയറ്റി വിടും. ഇതൊക്കെ ഞങ്ങളുടെ പറമ്പുകളാണ്. ഉണ്ടോ, ഇപ്രാവശ്യം ഒരു ചേന ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ 2-3 ചേനയ്ക്ക് എടുത്തതാണ്. പക്ഷെ ഒറ്റ ചേന ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ നല്ലതായിട്ട്. ഇങ്ങനെ ഞങ്ങളുടെ പുളിയുണക്ക് സങ്കേതമാണിത്. ഇത് ഞങ്ങൾ വിറകെടുത്ത് വെച്ചേക്കുന്നതാണ്. മഴക്കാലത്തേക്ക് ഞങ്ങൾ വിറക് ശേഖരിച്ച് വെച്ചിരിക്കുന്നത്. കണ്ടോ, ഇതൊരു ചെറിയ കുളവാണ്. അതിനകത്തൊരു കൊക്കോയുടെ ഇലയെല്ലാം മീൻ കിടക്കും. അതിനകത്ത് മീനെ വളർത്തുന്നുണ്ട് ഞങ്ങളെ, സിലോപ്പിയ മീൻ. അങ്ങനെ ഇന്ന് പ്രകൃതിയൊക്കെ മൂടിക്കെട്ടി കിടക്കുവാണ്. ഇന്നൊരു മഴയുടെ സാധ്യതകളൊക്കെ ഉണ്ട്. അങ്ങനെ ഒക്കെ ഇന്നത്തെ ദിവസം ഇങ്ങനെയെങ്കിൽ അങ്ങ് പോകുന്നു. ഇത് ഞങ്ങളുടെ വീടാട്ടോ. ഞങ്ങളുടെ വീട് ഇത് തിണ്ണ. ഞങ്ങളുടെ വീടിൻ്റെ അകങ്ങളൊക്കെയാണിതൊക്കെ. ചെറിയ വീടാട്ടോ ഞങ്ങളുടെ. എന്നാലും ഞങ്ങൾ സന്തോഷത്തോടെ ആയിരിക്കുന്നു. ഇനിയും പുളി വീഴാനുണ്ട്. കുറേ പുളിയും കൂടെ വീഴാനുണ്ട്. ഇതിൻ്റെ മണ്ടയ്ക്കെല്ലാം ഇത് പുളിമരമാണ് നിൽക്കുന്നത്. ഇതിൻ്റെ മണ്ടയ്ക്കെല്ലാം പുളികളുണ്ട്. ഒരു നീക്ക് പുളി ഇതുപോലെ വീഴുവാണെന്നുണ്ടെങ്കിൽ ഒരു നീക്ക് പുളിയും കൂടെ വീണാൽ ഏകദേശം തീരാറാകും. പിന്നെ വേറൊരു കാര്യം, മുറ്റത്തിൻ്റെ സൈഡായതുകൊണ്ട് ഇഷ്ടംപോലെ കരികില കേട്ടോ. ഈ പുള്ളിയുടെ കരികിലെല്ലാം വീണ് ഈ മഴയും കൂടെ ആകുമ്പോൾ അടിച്ചാലും നീങ്ങത്തില്ല. ഇത്തിരി കരികിലയാണ് കിടക്കുന്നത്. ഒരു ദിവസം ഒരു 3 തവണയെങ്കിലും മുറ്റം അടിക്കണം, എന്നെങ്കിലേ ശരിയാവുള്ളൂ. ഇതൊക്കെ ഞങ്ങളുടെ പറമ്പുകളാണ്. മുഴുവൻ ആദായം ഉണ്ട് കേട്ടോ. ഇത് ജാതിയൊക്കെയാണ് നിൽക്കുന്നത്. ജാതി, കൊക്കോ, കവുങ്ങ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബായ്.